ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോഴത്തെ അമേരിക്കൻ ഡീലിന് ശേഷവും അതുപോലെ തന്നെ ബജറ്റിന് ശേഷവും മാർക്കറ്റിലെ ചെറിയ രീതിയിലുള്ള FIIസിൻ്റെ ഒരു തിരിച്ചുവരവൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മെറ്റൽ പ്രൈസിലൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായി. ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം എല്ലാ മെറ്റൽ സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായി. അതിനുശേഷമുള്ള ഒരു കൂൾ ഓഫ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഓഹരി, കുറേ കാലമായി നമ്മളിപ്പോൾ റിസർച്ച് നോട്ടുകളും മറ്റൊന്നും യൂട്യൂബിൽ കുറേയായി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട്. സോ ഒരു സ്റ്റോക്ക് പരിചയപ്പെടുത്താനാണ് ഈ ഒരു ഓഡിയോ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് നിങ്ങൾ പല ആൾക്കാരും ഹോൾഡ് ചെയ്യുന്നവരായിരിക്കാം. എൻ്റെ വീഡിയോയും ഈ ചാനലും കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ചിലപ്പോൾ ആദ്യം മുതലേ ഹോൾഡ് ചെയ്യുന്നവരുണ്ടാവും. ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, ഇത് എൻ്റെ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ടുള്ളൊരു സ്റ്റോക്ക് കൂടിയാണ്. ഈ മെറ്റൽ സെക്ടറിൽ ഇത്രയും വലിയ രീതിയിലുള്ള മുന്നേറ്റം വന്നതിന് ശേഷം ഈ സ്റ്റോക്ക് ചെറിയൊരു കൂൾ ഓഫിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് സാധ്യതയുള്ളൊരു സ്റ്റോക്കായിട്ട് തോന്നി. സോ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ സ്റ്റഡീസും കാര്യങ്ങളും ആണ് ഇതിൻ്റെ പ്രതിപാദിക്കുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക്. ഇപ്പോൾ ഏകദേശം 569 ഈ സ്റ്റോക്ക് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്തത് ഫെബ്രുവരി 19 ഫെബ്രുവരി 18 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 569 രൂപയാണ് ഈ സ്റ്റോക്ക്. കഴിഞ്ഞ ഒരു 5 മാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ കോപ്പർ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്കായിരുന്നു. കാരണം സെപ്റ്റംബർ 2025 ഈ സ്റ്റോക്കിൻ്റെ വില യഥാർത്ഥത്തിൽ 230 രൂപയായിരുന്നു. ആ സ്റ്റോക്കാണ് ജനുവരി ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ജനുവരി 2026 ആകുമ്പോഴേക്കും, അതായത് 4 മാസത്തിന് ശേഷം 760 രൂപയിലേക്ക് എത്തിയത്. അപ്പോൾ ആ സ്റ്റോക്ക് ശക്തമായിട്ടുള്ള ഒരു കറക്ഷൻ ഇപ്പോൾ അതിനുശേഷം വന്നു. 760 രൂപ ജനുവരിയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 560 രൂപയിലേക്ക് വന്നിരിക്കുന്നു. സോ 27% കറക്ഷൻ 2-2.5 ആഴ്ചയോടുകൂടി ഈ സ്റ്റോക്കിലുണ്ടായി. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഭാവി എന്നാണ് പലപ്പോഴായിട്ടും ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടൊരു ചോദ്യചിഹ്നമാണ്. താഴോട്ട് പോകുമ്പോൾ വീണ്ടും എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാനാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നമ്മൾ ശരിക്കും ഈ സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയത്, എൻ്റെ സ്വിംഗി സ്കിങ്ങിൽ ഞാൻ ട്രാക്ക് ചെയ്ത് തുടങ്ങിയതും ഈ സ്റ്റോക്ക് 60 രൂപയുള്ളപ്പോഴാണ്. 2020-21 സ്കിങ് സ്റ്റാർട്ട് ചെയ്ത സമയം. സോ അതൊരു മൾട്ടി ബാഗർ അല്ല, എത്രയോ അതിലിരട്ടി റിട്ടേൺ കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. സോ ഹിന്ദുസ്ഥാൻ കോപ്പർ 2023 ഫെബ്രുവരിയിൽ അതിൻ്റെ വില വെറും 106 രൂപയായിരുന്നു. സോ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 419% റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട്. ഇനി 2026 ഫെബ്രുവരി ആകുമ്പോഴേക്കും, കൃത്യമായിട്ട് പറഞ്ഞാൽ 3 വർഷത്തിന് ഇപ്പുറം നോക്കുമ്പോൾ സമയത്ത് അതിൻ്റെ വില ഇപ്പോൾ 550 രൂപയാണ്. 39% CAGR റിട്ടേൺ കൊടുത്തൊരു സ്റ്റോക്കാണത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ അടുത്ത ഒരു ടാർഗറ്റ് 1000 രൂപയാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിന് ഞാൻ കാണുന്നത്. കാരണം അതിന് കാരണമുണ്ട്. അപ്പം ഹിന്ദുസ്ഥാൻ കോപ്പറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതൊരു സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് മൈൻ ആണ് ഇതിൻ്റെ ഓണർഷിപ്പ് കൊണ്ടുപോകുന്നത്. പ്യുവർലി ഒരു ഗവൺമെൻറ് കമ്പനിയാണെന്ന് നമുക്ക് പറയാം. ഇന്ത്യയിലെ ഒരേ ഒരു വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന കോപ്പർ പ്രൊഡ്യൂസറാണ് ഇവർ ഇന്ത്യയിലെ. ഇവർ വൈഡ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആണ്. അതിൽ തന്നെ കോപ്പർ മൈനിങ്, കോപ്പറിൻ്റെ ബെനിഫിസിയേഷൻ, സ്മെൽറ്റിംഗ്, റിഫൈനിങ്, മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ കാസ്റ്റ് കോപ്പർ റോഡുകൾ ഉണ്ടാക്കുക, ഇങ്ങനെ പല ആക്ടിവിറ്റി കോപ്പറുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മൈനിങ് മുതൽ അതിൻ്റെ പ്രോസസ്സിങ് വരെ, അല്ലെങ്കിൽ അതിനെ എൻഡ് പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്നത് വരെയുള്ള എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ അറിയപ്പെടുന്നത്. ഈ കമ്പനി പ്രധാനമായിട്ടും ഒരുപാട് മൈനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെമ്പാടും പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് കോപ്പർ മൈനുകളുണ്ട്. അതിൽ മലഞ്ചങ്കാട് കോപ്പർ പ്രൊജക്റ്റ് മധ്യപ്രദേശിൽ, അതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഹാർഡ് റോക്ക് ഓപ്പൺ പിറ്റ് മോർ എന്ന് പറയുന്ന ഏറ്റവും വലിയ കോപ്പർ മൈനാണത്. അതുപോലെ തന്നെ രാജസ്ഥാനിലുണ്ട്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ഈ കമ്പനിക്ക് കോപ്പർ മൈനുകളുണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പർ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവരുടെ കോപ്പർ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ബൈ പ്രൊഡക്റ്റുകളായിട്ട് ഇവർക്ക് ഗോൾഡ് ഉണ്ട്, സിൽവർ, നിക്കൽ, സൾഫേറ്റ്, സെലീനിയം, ടെറിലിയം, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ, ഇങ്ങനെ പല സാധനങ്ങളും ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനി കൂടുതലായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഓപ്പറേഷൻ മോഡേണൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുന്നതിനും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് കോപ്പർ മാർക്കറ്റിൻ്റെ ഉന്നമനത്തിനൊക്കെ ആയിട്ടാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും
ഇൻഡസ്ട്രിയൽ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ കമ്പനിക്ക് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. കാരണം കോപ്പർ ഇന്നത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസസിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു മെറ്റൽ കൂടിയാണ് കോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലുകൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ചാനലുകളുണ്ട്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ബേസിൽ നിഫ്റ്റിയുടെ ലെവലുകളും മറ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെ കിട്ടുന്നതാണ്. വളരെ എന്താണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മുടെ അഡ്വൈസറി സർവീസുകൾ ലഭ്യമായിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നത്. അപ്പോൾ ഇനി കോപ്പറിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ 1000 കടക്കും എന്ന് ഞാൻ പറയുന്നു. ഇത് ഞാൻ പറഞ്ഞ പോലെ 2021-22 മുതൽ അഡ്വൈസ് ചെയ്തിട്ട് ഞാൻ ക്ലയൻസിനോട് പറഞ്ഞാൽ ഇതൊരു മൾട്ടി ബാഗറായി മാറും. അപ്പോൾ അത് 5 വർഷം എടുത്തു ഇത് ഇങ്ങോട്ട് എടുക്കാൻ. ഇനിയും അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ് വാല്യൂയിൽ എത്തിയിട്ടില്ല. ആരെങ്കിലും അന്ന് മുതലേ ഹോൾഡ് ചെയ്യുക 60 രൂപ 70 രൂപ മുതൽ സജസ്റ്റ് ചെയ്യുന്നത് മുതലുള്ള ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ സ്വിംഗി സ്കീം ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് 1000 എന്ന് പറഞ്ഞാൽ കോപ്പർ പ്രൈസിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റം ഉണ്ട്. കാരണം ജൂലൈ 2025 നല്ല രീതിയിലുള്ളൊരു ഡിക്ലൈൻ ഈ സ്റ്റോക്കിൽ കോപ്പർ പ്രൈസിൽ വലിയ രീതിയിലുള്ളൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. അതായത് $4.35 ഉണ്ടായിരുന്ന പ്രൈസ് പിന്നീട് അത് 6 മാസം കൊണ്ട് ഏകദേശം $6.2 എത്തുന്നു. അത് ഒരു സ്ട്രെങ്ത് കാണിച്ചു. അതിനും കോപ്പർ സ്റ്റോക്കുകളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായി. ഹിന്ദുസ്ഥാൻ കോപ്പറിലും അതിൻ്റെ ഗുണം ലഭിച്ചു അതിനുശേഷം. പിന്നെ കോപ്പർ പ്രൊഡ്യൂസറാണ്, കോപ്പർ വിൽക്കുന്ന കമ്പനിയാണ്, കോപ്പറിൻ്റെ എല്ലാ മേഖലകളിലും ഏർപ്പെടുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ കോപ്പറിൻ്റെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് സ്വാഭാവികമായിട്ടും ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോപ്പർ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കുള്ള ഏറ്റവും ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകളായിട്ട് അല്ലെങ്കിൽ ഒരു മെറ്റലായിട്ട് കോപ്പർ മാറിയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ പ്ലാനുകളാണ്. വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ എക്സ്പാൻഷൻ പ്ലാനുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട്. അതായത് കമ്പനിയുടെ മൈനിങ് കപ്പാസിറ്റി ഏകദേശം 4 മില്യൺ ടൺ പെർ ആനമാണ്. അത് 12.2 മില്യൺ ടൺ പെർ ആനമായിട്ട് ഉയർത്താനുള്ള പദ്ധതി. അതായത് ഇപ്പോഴത്തെ മൈനിങ് കപ്പാസിറ്റി 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി ഉള്ളത് 2029 ആകുമ്പോഴേക്കും. അതിനൊരു സീരീസ് ഓഫ് മൈനുകൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റീഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്, ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ തന്നെ കമ്പനി ഓൾറെഡി ഇൻ പ്രോസസ്സിലാണ്. അതുപോലെ തന്നെ കമ്പനി പുതിയ അഡീഷണൽ കപ്പാസിറ്റി ആഡ് ചെയ്യാൻ 3 മില്യൺ ടണ്ണിൻ്റെ കപ്പാസിറ്റി 2027 അവസാനത്തോടു കൂടി ആഡ് ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് മൈനിങ് കപ്പാസിറ്റി ആഡ് ചെയ്യുക, അതിനെ 3 ഇരട്ടിയാക്കി മാറ്റുക, 4 മില്യൺ ടണ്ണിൽ നിന്നും ഏകദേശം 12 മില്യൺ ടണ്ണാക്കി മാറ്റുക. ഇത് ചെയ്യുന്നതോടുകൂടി എക്സിസ്റ്റിംഗ് മൈനുകളും റീഓപ്പൺ ചെയ്തും ഓൾറെഡി ക്ലോസ് ആയിട്ടുള്ളതൊക്കെ തന്നെ റീഓപ്പൺ ചെയ്ത് അതിനെ ടെക്നോളജിക്കലി അപ്ഗ്രേഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സും 2031 കൂടി മാത്രമേ കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. സോ ആസ് എ എക്സ്പാൻഷൻ പ്ലാന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഡിമാൻഡ് ഒരു വശത്ത് വർദ്ധിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും കമ്പനി ചെയ്യുന്നുണ്ട്. സോ രണ്ടും കമ്പനിയെ സംബന്ധിച്ചിട്ട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്റ്റോക്കിനെ കുറിച്ച് പറയുമ്പോൾ പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോരാ, ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള വെല്ലുവിളികൾ എന്താണെന്നും കൂടി ഞാൻ നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തത് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള കോപ്പർ പ്രൈസ് തന്നെയാണ്. കോപ്പറിൻ്റെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട്. ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് കോപ്പറിൻ്റെ പ്രൈസിലുണ്ടാകുന്ന വ്യതിയാനം ഈ കമ്പനിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ മാർക്കറ്റിലെ അന്താരാഷ്ട്ര വിപണികളിൽ കോപ്പറിൻ്റെ പ്രൈസിലുണ്ടാകുന്ന മാറ്റം കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ തന്നെ കമ്പനി 2 ആഴ്ച കൊണ്ട് കമ്മോഡിറ്റി പ്രൈസിൽ വന്നിരിക്കുന്ന വലിയ മാറ്റമാണ് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിലും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത്. സോ ഒരു സ്പെക്കുലേറ്റീവ് എലിമെന്റ് കോപ്പർ പ്രൈസിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ കമ്പനിയുടെ ഷെയർ പ്രൈസിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുണ്ടാകും എന്നാണ് നമ്മൾ ഇത്രയും കാലം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ US എക്കോണമിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വരികയാണ്. കമ്മോഡിറ്റി മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ട് ഗ്ലോബൽ മാർക്കറ്റുകളാണ് കൂടുതലായിട്ടും ആളുന്നത് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ US മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇനി കുറക്കില്ല, നേരെ മറിച്ച് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നിലനിർത്താനോ അല്ലെങ്കിൽ ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനോ ഉള്ള സാധ്യതകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റയൊക്കെ കുറഞ്ഞു, എംപ്ലോയ്മെൻറ്റ് വളരെ ശക്തമായിട്ട് നീങ്ങുന്നു. സോ ഭാവിയിൽ ഇൻഫ്ലേഷൻ വീണ്ടും വന്നേക്കാം എന്നുള്ള ഭയത്തിൽ സെൻട്രൽ ബാങ്ക് ഓഫ്
അമേരിക്കയിലെ സെൻട്രൽ ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ വർധനവ് വരുത്തുമോ എന്നുള്ളൊരു സംശയം കൂടി മാർക്കറ്റ് ഇപ്പോഴുണ്ട്. സോ അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ കമോഡിറ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കമോഡിറ്റി സ്റ്റോക്കുകളെ സംബന്ധിച്ചൊരു നെഗറ്റീവ് തന്നെയായിരിക്കും. സോ ആ വരുന്ന സാഹചര്യങ്ങളിലും കോപ്പറിനെ സംബന്ധിച്ച് അത് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കഴിഞ്ഞ വർഷത്തെ കണക്ക് എന്ന് പറയുന്നത്, അതായത് 2024-25 സാമ്പത്തിക വർഷത്തെ ഒരു വർഷത്തെ കണക്ക് നോക്കുന്ന സമയത്ത് 20,710 കോടി രൂപയുടെ സെയിൽസ് ആണ് കമ്പനി ഉണ്ടാക്കിയിരുന്നത്. അതായത് സെയിൽസിൽ തൊട്ട് മുന്നത്തെ വർഷത്തെ അപേക്ഷിച്ച് 20.6% വർധനവുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 4,674 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. നെറ്റ് പ്രോഫിറ്റിലും 22.6% വർധനവ് കമ്പനി രേഖപ്പെടുത്തിയിരുന്നു. കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 17.6%, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 23.1%. കമ്പനിയുടെ Q3 റിസൾട്ട് ഈ അടുത്ത് പ്രഖ്യാപിച്ചിരുന്നു. അതായത് റവന്യൂ കഴിഞ്ഞ പ്രാവശ്യം 3,278 കോടി രൂപയുണ്ടായിരുന്നത് വർദ്ധിച്ച് ഏകദേശം ഡബിൾ ആയിരിക്കുന്നു. 6,873 കോടി രൂപയായിട്ടാണ് കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചത്. നെറ്റ് പ്രോഫിറ്റ് നോക്കിയാലും Q3 1,563 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടാക്കിയത്. അതായത് കഴിഞ്ഞ വർഷം Q3 വെറും 629 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ഡബിളിന് മുകളിലാണ് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നെറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും 19.2% മാർജിൻ ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ 22.7% മാർജിനാണ് കമ്പനിക്കുള്ളത് ഇയർ ഓൺ ഇയർ ബേസിൽ. പ്രത്യേകിച്ചും കോപ്പർ പ്രൈസ് റൈസ് ചെയ്തതും കൂടി ഇതിനൊരു കാരണമായിട്ട് പറയാം. കോപ്പർ പ്രൈസിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ 1 രൂപ ഷെയറിന് ഡിവിഡൻഡ് എന്ന രീതിയിൽ 2025-26 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനി ഫെബ്രുവരി 13, 2026 അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വെച്ചത്. അതായത് ഫെബ്രുവരി 13 നിങ്ങളുടെ കയ്യിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കിട്ടാനുള്ള എലിജിബിൾ ആണ് നിങ്ങൾ എന്നുള്ളതാണ്. സോ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ ഏകദേശം 123 മില്യൺ ടണ്ണിൻ്റെ കോപ്പർ ഓർ റിസോഴ്സസും ഒക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിലുള്ള പരിഗണന തന്നെയാണ് അവർ മുന്നോട്ടും കൊടുക്കുന്നത്. കമ്പനിയുടെ മേജർ എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി വരുന്ന 3-4 വർഷം കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലാണ്. കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാൻ വളരെ അഗ്രസീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കോപ്പർ പ്രൈസിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു ലോങ് ടേം നേച്ചറിൽ കമ്പനിയുടെ ഈ പറയുന്ന ഒരു ഷോർട്ട് ടേം ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ആയിരിക്കാം. ഇപ്പോഴും നല്ല നിലയിൽ നിന്ന് ഏകദേശം ഒരു ഡബിളിനോട് അടുപ്പിച്ച് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതേസമയം അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ, അന്താരാഷ്ട്ര വിപണികളിൽ കോപ്പർ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യതിയാനം സ്വാഭാവികമായിട്ടും ഈ കമ്പനിയെയും ബാധിക്കും. സോ ഒരു മൈനിങ് സ്റ്റോക്കുകളെ വാങ്ങുക എന്ന് പറയുന്നത് ഒരു അണ്ടർലൈൻ കമ്മോഡിറ്റിയെ കൂടി, അതായത് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പർ വാങ്ങുന്ന സമയത്ത് കോപ്പറിന്റെ പ്രൈസിനെ കൂടി നമ്മൾ ആധാരമാക്കേണ്ടതായിട്ടുണ്ട്. കോപ്പർ പ്രൈസിൽ വരുന്ന വ്യതിയാനം സ്റ്റോക്കിലും ബാധിക്കും. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ പേഷ്യൻസോട് കൂടി ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ലൊരു ഫണ്ടമെന്റൽ സ്റ്റോക്കാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ കൺസിഡർ ചെയ്യാം. അറ്റ് എ ടൈം ബൈ ചെയ്യാതെ ഓരോ ഡിപ്പിലും വാങ്ങി സൂക്ഷിക്കുന്ന തരത്തിലുള്ള അപ്രോച്ച് ആയിരിക്കും ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ചിട്ട് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പർ പ്രൊഡ്യൂസറാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു സ്റ്റോക്ക് വേദാന്ത എന്ന് പറയുന്നത്. വേദാന്തയിൽ നമുക്ക് ഒരുപാട് സൂപ്പർ മാർക്കറ്റാണ്, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ കോപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വയറിങ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളുകൾ, ഇതിലൊക്കെ തന്നെ കോപ്പറിൻ്റെ സാന്നിധ്യം വളരെ പ്രകടമാണ്. അപ്പം ഹിന്ദുസ്ഥാൻ കോപ്പറാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് ഒന്നുകൂടി നിങ്ങൾ വിലയിരുത്തുക. അതുപോലെ ഓഹരി വിപണിയിലെ നിക്ഷേപം എന്ന് പറയുന്നത് നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടസാധ്യതകൾ കൂടി വിലയിരുത്തുക. അതിനുശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അതേസമയം നമ്മുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് നമ്മുടെ ചാനലുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. തികച്ചും സൗജന്യമായിട്ടുള്ള ടെലിഗ്രാം ചാനലുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ സർവീസുകളും അവിടെ ലഭ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ല ദിവസം.